Morning students. Yesterday or in our last class we were discussing a story by Anida Nair, a village Puram. We stopped in a part. Today we are moving to our next part of that description. Here in page number 124 we have the remaining parts here. The Puram ground sees the blossoming of many art forms, be it classical, folk or contemporary. We saw that she was describing about the Puram ground in Kerala, and here she says that the Puram ground sees the blossoming of many art forms, be it classical, folk or contemporary. അതായത് പൂരം ഗ്രൗണ്ടിൽ എന്തൊക്കെ ഉണ്ടാവാറുണ്ട്, പലതരത്തിലുള്ള ഡാൻസ് ഫോംസ് കാണാൻ സാധിക്കും. ക്ലാസിക്കൽ ഡാൻസ്, ഫോക്ക് ഡാൻസ് മീൻസ് നാടോടി നൃത്തങ്ങൾ, ഒരു കണ്ടംപററി സമകാലീന ഡാൻസ് രൂപങ്ങളൊക്കെ ഈ പൂരം ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കും. ഫ്രം കഥകളി ടു കർണാട്ടിക് വോക്കൽ കൺസേർട്സ്, കഥകളി മുതൽ കർണാട്ടിക് സംഗീതം വരെ നമുക്കവിടെ കേൾക്കാൻ സാധിക്കും. ടു മിമിക്രി, അതുപോലെ മിമിക്രി പ്രോഗ്രാമുകൾ അവിടെ നമുക്ക് കേൾക്കാം. ടു ബാലെ ഇറ്റ്സ് എ ആർട്ട് ഫോം, അതായത് സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡ്രാമ. ഇറ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ടു മ്യൂസിക്, സംഗീതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു നാടകമാണ് ബാലെ. അങ്ങനെയുള്ള ബാലെ നാടകങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. വിച്ച് ഈസ് ദി ലോക്കൽ ടേം ഫോർ എ മ്യൂസിക്കൽ പെർഫോമൻസ് ഇൻവോൾവിങ് മെനി കോസ്റ്റ്യൂംസ്, സോങ്സ് ആൻഡ് ഡാൻസിങ്. ബാലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ടേം ഫോർ എ മ്യൂസിക്കൽ പെർഫോമൻസ് ഇൻവോൾവിങ് മെനി കോസ്റ്റ്യൂംസ്, സോങ്സ് ആൻഡ് ഡാൻസിങ്. പലതരത്തിലുള്ള കോസ്റ്റ്യൂംസും സോങ്ങും ഡാൻസും ഒക്കെ അടങ്ങിയ ഒരു നാടകം എന്ന് പറയാവുന്നതാണ് എന്ത്? ബാലെ. വിത്ത് എ തിൻ പ്ലോട്ട് ലൈൻ വോൺ ടു ഹോൾഡ് ഇറ്റ് ഓൾ ടുഗദർ. ഒരു ചെറിയ പ്ലോട്ട് വെച്ചിട്ട്, ചെറിയൊരു ഇതിവൃത്തം വെച്ചിട്ട് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബാലെ. Artists are invited from all parts of Kerala. Artists are invited from all parts of Kerala, and each year the temples committee tries to outwit the previous committee's performance. അത് ഈ പൂരപ്പറമ്പിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റിനെയും അമ്പല കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് ക്ഷണിക്കാറുണ്ട് പല പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ പ്രാവശ്യത്തെയും പൂരത്തിന് നടക്കുന്ന പ്രോഗ്രാമുകൾ ഔട്ട്വിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് ഔട്ട്വിറ്റ്? തോൽപ്പിക്കുക. ഔട്ട്വിറ്റ് മീൻസ് തോൽപ്പിക്കുക. അതായത് കഴിഞ്ഞ വർഷത്തതിനെ തോൽപ്പിക്കും വിധമുള്ള, അതിലും മനോഹരമായ, അതിലും നന്നായിട്ടായിരിക്കും ഈ വർഷം അവർ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാറ്. ഇറ്റ് ഈസ് ദി ഡേ ഓഫ് ദി കാളവേല. അതുപോലെ തന്നെ പൂരത്തിനുണ്ടാകുന്ന ഒരു പ്രോഗ്രാമാണ് കാളവേല. കാളവേല നടത്തുന്നുണ്ട്. വൺ ഓഫ് ദി ടിപ്പിക്കൽ സൈറ്റ്സ് ഓഫ് ദി നോർത്ത് കേരള ടെമ്പിൾ പൂരം ഈസ് കാള ഓർ ഓക്സൺ. അത് നോർത്ത് കേരളത്തിലെ, ഉത്തര കേരളത്തിലെ പ്രധാന ആകർഷണമാണ്. പൂരങ്ങളിലെ പ്രധാന ആകർഷണമാണ് കാളവേലകൾ. മേഡ് ഓഫ് സ്ട്രോ. എന്തുകൊണ്ടാണ് ഈ കാളകളൊക്കെ ഉണ്ടാക്കുന്നത്? സ്ട്രോ, വൈക്കോല് കൊണ്ട്. ബിൽറ്റ് എറൗണ്ട് എ ബാംബു ഫ്രെയിം, അതായത് മുളയുടെ ഫ്രെയിമിൽ വൈക്കോല് വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് അതിമനോഹരമായ കാളകളെ അവർ നിർമ്മിക്കുന്നത്. ആൻഡ് ഡ്രസ്ഡ് ഒസ്റ്റൻറ്റേഷ്യസ്ലി. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ഒസ്റ്റൻറ്റേഷ്യസ്ലി? Ostentatiously means rich. And dressed ostentatiously with sequins. അതായത് ആ കാളകളൊക്കെ ഡ്രസ്സ് വളരെ റിച്ചായിട്ട്, വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? അവയെല്ലാം ഡ്രസ്സ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. എന്ത് ഉപയോഗിച്ചിട്ട്? വിത്ത് സീക്വൻസ്. എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് adornment using small pieces of shining materials. അത് വളരെ തിളക്കമാർന്ന ഭംഗിയാർന്ന
പല പല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടൊക്കെ, അതുപോലെ തന്നെ മിറേഴ്സ്, കണ്ണാടികൾ, ആൻഡ് ബ്രില്യൻറ്റ് കളേഴ്സ്, പല വിധത്തിലുള്ള വർണ്ണങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ആ കാളകളെ മനോഹരമാക്കിയിട്ടുണ്ടാവും. ഈച്ച് പെയർ ഈസ് ക്രിയേറ്റഡ് ടു ഔട്ട്ഷൈൻ ദി റെസ്റ്റ്. ഓരോ പെയർ കാളകളും എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റു കാളകളെ ഔട്ട്ഷൈൻ, മറ്റു കാളകളെക്കാൾ മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക. അങ്ങനെ ആ മുന്നിട്ട് നിൽക്കുന്ന കാളകൾക്ക് കൂടുതൽ ആരാധകരൊക്കെ ഉണ്ടാവും. More than 25 to 30 കാളാസ് കം ഫ്രം വേരിയസ് വില്ലേജസ് ആൻഡ് വെയിറ്റ് അറ്റ് ദി കാളപ്പറമ്പ്. അതായത് 25 മുതൽ 30 പെയേഴ്സ് ഓഫ് കാളകൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്? ഒരു പല പല ഗ്രാമങ്ങളിൽ നിന്നായിട്ട് ആ കാളവേലയിൽ വന്നു ചേരും. എന്നിട്ട് അവർ കാളപ്പറമ്പിൽ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. കാളപ്പറമ്പിൽ അവ നിരയായി നിൽക്കും. വി വാക്ക് അറൗണ്ട് ഈച്ച് പെയർ എക്സാമിനിങ് ഇറ്റ്സ് എക്സ്ക്യൂസിറ്റ് ആൻഡ് ഹാൻഡി വർക്ക്. എന്താണ്? വി വാക്ക് അറൗണ്ട് ഈച്ച് പെയർ. ഞങ്ങൾ ആളുകളൊക്കെ എല്ലാ കാളകളുടെയും അടുത്തുകൂടെ എക്സാമിൻ ചെയ്തുകൊണ്ട് നടക്കും, അവയെ പരിശോധിച്ചുകൊണ്ട് നടക്കും. എന്ത്? ഇറ്റ്സ് എക്സ്ക്യൂസിറ്റ് ഹാൻഡി വർക്ക്. അവയുടെ എക്സ്ക്യൂസിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡി വർക്ക്, ഹാൻഡിക്രാഫ്റ്റ്, ആ കാളകളെ നിർമ്മാണ രീതിയൊക്കെ ഏറ്റവും നല്ല കാളകൾ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് എല്ലാവരും അതുവഴി ചുറ്റിക്കറങ്ങും. When we stop to admire one pair, the group responsible for it prints in delight. അപ്പോൾ when we stop to admire one pair, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെയറിനെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ പുകഴ്ത്താൻ വേണ്ടി അവിടെ നിൽക്കും. The group responsible for it prints in delight. സന്തോഷം കൊണ്ട് അവരെ, ആ കാളയുടെ ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? കൺഗ്രാജുലേറ്റ് ചെയ്യാൻ അവർ ബാധ്യസ്ഥരാണ്. ഫോർ ദി മൊമെൻറ്റ് ദേ ഹാവ് സ്കോർഡ് എ വിക്ടറി ഓവർ ദി റെസ്റ്റ്. അങ്ങനെ നമ്മൾ ഏതെങ്കിലും കാളകളെ കൺഗ്രാജുലേറ്റ് ചെയ്താൽ ആ കാളകളെ കൊണ്ടുവന്ന ആ ഗ്രൂപ്പിന് എന്താണ്? അത് അവർക്കൊരു വിക്ടറിയാണ്, അവർക്കൊരു വിജയമാണ്. മറ്റു കാളകളെ കൊണ്ടുവന്നവർക്ക് മുകളിൽ അവർക്ക് ലഭിക്കുന്ന ഒരു വിജയമായി കണക്കാക്കുന്നത്. ആൻഡ് ദെൻ സ്റ്റാർട്ട്സ് ദി പൈറോടെക്നിക്സ്. പിന്നെ അവസാനം എന്തായിരിക്കും ഉണ്ടാവുക? പൈറോടെക്നിക്സ്. പൈറോടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കരിമരുന്ന് പ്രയോഗം. പൂരത്തിനൊക്കെ ഉണ്ടാവും കരിമരുന്ന് പ്രയോഗം, വെടിക്കെട്ട്. പൈറോടെക്നിക്സ് എന്ന് പറഞ്ഞാൽ കരിമരുന്ന് പ്രയോഗങ്ങളാണ്. റോസ് ഓഫ് അയൺ സിലിണ്ടേഴ്സ് ആർ കെപ്റ്റ് ഓൺ ദി ഗ്രൗണ്ട്. ഇരുമ്പിൻ്റെ സിലിണ്ടേഴ്സ് നിരനിരയായിട്ട് എന്ത് ചെയ്യും? ഗ്രൗണ്ടിൽ കുഴിച്ചിടും. എന്നിട്ടോ ഫിൽഡ് വിത്ത് ഗൺ പൗഡർ, വെടിമരുന്ന് നിറച്ചുകൊണ്ട്. ആൻഡ് ആസ് വൺ ഈസ് ലിറ്റ്, ദി സ്പാർക്ക് ഫ്രം ദി സെറ്റ്സ് ദി അതർ വൺ ഓഫ്. ഒന്ന് കത്തിച്ചാൽ അതിൽ നിന്ന് സ്പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്ന് നിരനിരയായി കത്തും. ദി എക്സ്പ്ലോഷൻസ് റോക്ക് ദി ഗ്രൗണ്ട്. ആ എക്സ്പ്ലോഷൻസ് ആകെ ആ ഗ്രൗണ്ടിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന വെടിക്കെട്ടായിരിക്കും അവിടെ ഉണ്ടാവും. ഫിൽ യുവർ എയേഴ്സ് ആൻഡ് റോക്ക് വിത്ത് യുവർ ഹാർട്ട്. അത് നിങ്ങളുടെ ചെവികളിൽ തുളച്ച് കയറുകയും അതുപോലെ തന്നെ ആൻഡ് റോക്ക് വിത്തിൻ യുവർ ഹാർട്ട്, ഹൃദയത്തിൽ ഒരു പെരുമ്പറ കൊട്ടുന്ന പോലത്തെ ശബ്ദമൊക്കെ ഉണ്ടാകും. ആൻഡ് ബൈ ദി ടൈം യു റിക്കവർ ഫ്രം ഇറ്റ് ദി ഡ്രംസ് ബിഗിൻസ് ദെയർ തണ്ടറസ് മ്യൂസിക്. അങ്ങനെ വെടിക്കെട്ട് കഴിയുമ്പോഴേക്കും ഡ്രമ്മിൻ്റെ, ചെണ്ടവാദ്യങ്ങളുടെ വെടിക്കെട്ട് തുടങ്ങും. ചെണ്ടവാദ്യങ്ങളുടെ ആ ഇടിവെട്ട് പോലത്തെ ശബ്ദങ്ങൾ കേൾക്കാം, മ്യൂസിക് കേൾക്കാൻ തുടങ്ങും. ഫോർ വൺസ് ഈച്ച് ഓഫ് അസ് ഇസ് ലോസ്റ്റ് ഇൻ ഇൻഡിവിജ്വൽ വേൾഡ്സ്, ദി ഓൾഡർ ഫോക്ക് റിമെമ്പർ പൂരംസ് ഫ്രം ദി പാസ്റ്റ് ആൻഡ് ആസ് ഓൾവേസ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു പൂരത്തിൻ്റെ, കുട്ടികളൊക്കെ ആ പൂരത്തിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് ദി ഓൾഡർ ഫോക്സ് റിമെമ്പർ പൂരംസ് ഫ്രം ദി പാസ്റ്റ്. വയസ്സായ ആളുകൾ മുൻകാലങ്ങളിലെ പൂരങ്ങൾ ഓർമ്മിച്ചെടുക്കും. എന്നിട്ടോ കമ്പയർ ദിസ് വൺ ടു ദോസ് ഇൻ ദെയർ മെമ്മറീസ്. അവരുടെ ഓർമ്മകളിലുള്ള പഴയ പൂരങ്ങളുമായി ഇന്നത്തെ പൂരത്തെ കമ്പയർ ചെയ്തിട്ട് അവർ സംസാരിക്കും. ഇത് നന്നായി, അത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കും. നൗ ഫർദർ എൻറിച്ച്ഡ് ബൈ ഏജ്. പിന്നെ അവരുടെ നൗ ഫർദർ എൻറിച്ച്ഡ് ബൈ ഏജ്, അവരുടെ കാലഘട്ടത്തിലെ ഏത് പൂരമാണ് നന്നായത് എന്നൊക്കെ അവർ വിലയിരുത്തി അതിനെക്കുറിച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മൾ ഇറ്റ് ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം എ വില്ലേജ് പൂരം ബൈ അനിത നായർ. അനിത നായർ എഴുതിയ വില്ലേജ് പൂരം എന്ന ഡിസ്ക്രിപ്ഷനിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത്. ഐ തിങ്ക് യു ആർ നൗ ഫെമിലിയർ വിത്ത് ഇറ്റ്. വി ക്യാൻ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്,
You can read it 1 or 2 times. There are so many unfamiliar words in it. If you are most of words we have discussed here. If you have any words unknown, you can refer a dictionary or you can consult me and understand what is there in this description. Okay, then we have to move to the activities. There are so many activities in it. Some activities we can discuss, some others we will give you as an homework and you have to complete it. Anyway, we can move to our activity 1, page number 125. There are several expressions in a village Puram associated with sights and sounds. Classify them as shown below. അതായത് ഈ വില്ലേജ് പൂരം എന്ന ഈ ഭാഗത്ത് നിന്ന് കുറേ എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട് സൈറ്റ്സുമായി ബന്ധപ്പെട്ട, അതായത് വിഷ്വൽ ഇമേജസ്. അതായത് നമ്മുടെ കാഴ്ച, നമ്മൾ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്ന, അതായത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പല കാഴ്ചകളുണ്ടാവും. അത്തരം കാഴ്ചകളുമായി ബന്ധപ്പെട്ട വാക്കുകളും ഓഡിറ്ററി, അതായത് സൗണ്ടുമായി ബന്ധപ്പെട്ട, കേൾവിയുമായി ബന്ധപ്പെട്ട വാക്കുകളും നിങ്ങൾ എന്ത് ചെയ്യുക, പെയറാക്കി എഴുതുക. അപ്പോൾ വിഷ്വൽ എന്നതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വാക്കുകൾ, ഇപ്പോൾ ഉദാഹരണം മൗണ്ടെയിൻസ് ഓഫ് ബനാനാസ്, ബനാനകൾ, അതായത് നേന്ത്രപ്പഴത്തിൻ്റെ കൂനകൾ, അതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം. നേന്ത്രപ്പഴങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്ന ചിത്രം നമ്മളെ മനസ്സിലേക്ക് വരുന്നില്ലേ? അപ്പോൾ ആ കോളത്തിൽ വിഷ്വൽ ഇമേജസ് എഴുതുക. ഇപ്പുറത്തെ കോളത്തിൽ ഓഡിറ്ററി ഇമേജസ്, അതായത് ഡ്രമ്മേഴ്സ് ബീറ്റിംഗ് ദെയർ ചെണ്ടാസ്, ചെണ്ട കൊട്ടുന്ന ആ ശബ്ദം നിങ്ങളുടെ കാതുകളിലേക്ക് എത്തും. അത് സൗണ്ടുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. അതുപോലെ ഈ കഥയിൽ നിന്ന് വേറെ പല വാക്കുകൾ, ഇപ്പോൾ സൗണ്ടുമായി ബന്ധപ്പെട്ട വേറെ വാക്കുകൾ എന്തൊക്കെ വരും? അത് വെടിക്കെട്ടിൻ്റെ ശബ്ദം, അങ്ങനെ പല പല ശബ്ദങ്ങൾ. കാഴ്ചയുമായി ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ഉണ്ടാവും. ആ കാളകളുടെ വരവ്, അതൊക്കെ കാഴ്ചയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അതിന് യോജിച്ച കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഓക്കെ, now describe in your own words the various sights and sounds you have noticed in a market place or school. നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ പോയപ്പോൾ അവിടെയൊക്കെ കണ്ട കാഴ്ചകളും അതുപോലെ സൗണ്ട്സും നിങ്ങൾ എന്ത് ചെയ്യുക, അവയെക്കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതുക, അവയെക്കുറിച്ച് എഴുതുക. നിങ്ങൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്, നിങ്ങൾ കേട്ട ശബ്ദങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ എഴുതുക. കളക്ട് പിക്ചേഴ്സ് സ്റ്റിൽസ് ഓൺ ഫെസ്റ്റിവൽസ്. Write a short description of each picture. Then present a picture show of festivals using multimedia. Anyway, ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ കളക്ട് ചെയ്യുക, അവയെക്കുറിച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ തയ്യാറാക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ദ നെക്സ്റ്റ് ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റി 1, റീഡ് ദി ലൈൻ. Came the boys like flock of sheep. Came the boys like എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഇത് ഈ കഥയിൽ പറയുന്നുണ്ട്. എന്താണ്? കുട്ടികൾ ഏതുപോലെ വരുന്നത്? ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ആട്ടിൻ പറ്റത്തെ പോലെ. ഇറ്റ്സ് എ കളക്റ്റീവ് നൗണാണ്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ആട്ടിൻ പറ്റത്തെ പോലെ. അപ്പോൾ ആടുകളെ നമ്മൾ, കൂട്ടമായിട്ടുള്ള ആടുകളെ നമ്മൾ ഉപയോഗിക്കുക ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അതേപോലെയുള്ള കുറേ വാക്കുകൾ. ദി വേർഡ് ഫ്ലോക്ക് സ്റ്റാൻഡ്സ് ഫോർ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിനാണ് ഫ്ലോക്ക് എന്ന് പറയാം. ആടുകളുടെ ഗ്രൂപ്പിന് നമ്മൾ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയും. അതേപോലെ റീഡ് ദി ഫോളോയിങ് പാസേജ് ആൻഡ് ഐഡൻറ്റിഫൈ സച്ച് വേർഡ്സ്. ഈ പാസേജിൽ ഇതേപോലെ കുറേ വേർഡ്സ് ഉണ്ട്. ഇതേപോലെ ഗ്രൂപ്പുകളൊക്കെ പറയുന്ന കുറേ പേരുകളുണ്ട്. നമുക്കൊന്ന് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ്. സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയർ, അതാ കസേരകളുടെ കൂട്ടം, കസേരകളുടെ നിര, അതിനാണ് സ്റ്റാക്ക് ഓഫ് ചെയേഴ്സ് എന്ന് പറയാം. പൈൽ ഓഫ് ബുക്സ്, പുസ്തകങ്ങളുടെ കൂമ്പാരം. പൈൽ ഓഫ് ബുക്സ്, ധാരാളം പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പറയാം പൈൽ ഓഫ് ബുക്സ് എന്നാണ്, പുസ്തകങ്ങളുടെ കൂമ്പാരം. അതുപോലെ ബെഞ്ച് ഓഫ് കീസ്, കീ, താക്കോല് കൂട്ടത്തിന് എന്താ പറയുക? ബെഞ്ച് ഓഫ് കീസ്, ബെഞ്ച് ഓഫ് കീസ്. അതുപോലെ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ്. ഇങ്ങനെ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. സ്റ്റെപ്സ് പറഞ്ഞാൽ എന്താണ്? പടികൾ, പടികളുടെ നിരക്ക് നമ്മൾ പറയാം ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എന്നാണ്. അപ്പോൾ ഇതിൽ കണ്ട വേർഡ്സൊക്കെ, ഈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ആക്ടിവിറ്റി വരുന്നത് ഇതാണ്.
Fill in the blanks using appropriate words from those given in the box. ഇവിടെ ബോക്സിൽ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. ഫ്ലൈറ്റ്, ക്ലംബ്, പാക്ക്, ഗാങ്, ഗ്രൂപ്പ്, സ്റ്റാക്ക്, ടീം, റെജിമെൻറ്റ്, ബഞ്ച്, ബെവി, ബൊക്കെ, ഇങ്ങനെ ധാരാളം വേർഡ്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡേഷ് ഓഫ് ലേഡീസ്, അത് ലേഡീസിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുക? ഗ്രൂപ്പ് ഓഫ് ലേഡീസ് എന്നല്ല പറയുക, നമ്മൾ പറയുക ബെവി ഓഫ് ലേഡീസ്. എന്താ പറയുക? ബെവി ഓഫ് ലേഡീസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ലേഡീസ്, ബെവി ഓഫ് ലേഡീസ്. അതേപോലെ ഡാഷ് ഓഫ് പ്ലെയേഴ്സ്, കളിക്കാരുടെ ഗ്രൂപ്പിനെ നമ്മൾ എന്താ പറയുക? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വാട്ട് വി വിൽ സേ? കളിക്കാരുടെ ഗ്രൂപ്പിനെ, യെസ്, ടീം അല്ലേ? ടീം ഓഫ് പ്ലെയേഴ്സ് എഴുതി വെക്കട്ടെ അവിടെ. ടീം ഓഫ് പ്ലെയേഴ്സ്, കളിക്കാരുടെ ഗ്രൂപ്പിനെ നമ്മൾ പറയാം ടീം ഓഫ് പ്ലെയേഴ്സ്. അതുപോലെ ഡാഷ് ഓഫ് സ്റ്റെപ്സ്, സ്റ്റെപ്സിൻ്റെ നിരയെ ഒരു വേർഡ് കണ്ടത് എന്താണ്? സ്റ്റെപ്പിന് നമ്മൾ എന്ത് പറയും? ഇവിടെ കണ്ടല്ലോ നമ്മൾ സ്റ്റെപ്പിന് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്, അതന്നെ. അപ്പോൾ എന്താണ് സ്റ്റെപ്പിന് പറയാം? ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്, ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ്. ദെൻ ഡാഷ് ഓഫ് തീവ്സ്, കള്ളന്മാരുടെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയുക? ഗ്യാങ് ആണ്, ഗ്യാങ് ഓഫ് തീവ്സ്, ഗ്യാങ് ഓഫ് തീവ്സ്. ഇവരെയാണ് നമ്മൾ കള്ളന്മാരെ കൂട്ടത്തിന് പറയാം, ഗ്യാങ് ഓഫ് തീവ്സ്. ദെൻ ഡാഷ് ഓഫ് ഡോഗ്സ്, നായ്ക്കളുടെ കൂട്ടത്തിന് നമ്മൾ എന്താ പറയാണ്? നമ്മൾ ഉപയോഗിക്കാൻ ഏത് വേർഡ് ഉപയോഗിച്ചിട്ടാണ്? പാക്ക്, PACK, പാക്ക് ഓഫ് ഡോഗ്സ്. നായ്ക്കളുടെ കൂട്ടത്തിന് നമ്മൾ പറയാം പാക്ക് ഓഫ് ഡോഗ്സ്. വെൻ ഐ വാസ് ട്രാവലിംഗ് through a forest, I saw a pack of dogs. ഞാൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ഞാൻ എന്ത് കണ്ടു? ഒരു കൂട്ടം നായ്ക്കളെ കണ്ടു. അതിനാണ് പാക്ക് ഓഫ് ഡോഗ്സ്, പാക്ക് ഓഫ് ഡോഗ്സ്. ബനാനാസ്, എന്താണ് ബനാനാസ്? ബഞ്ച് ഓഫ് ബനാനാസ്. ഓക്കെ, ബഞ്ച് ഓഫ് ബനാനാസ്, പഴങ്ങളുടെ കൂട്ടം, ബഞ്ച് ഓഫ് ബനാനാസ്. ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഐലൻഡുകളുടെ, ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ്വീപുകളുടെ കൂട്ടത്തിന് എന്താ പറയുക? ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. അതുപോലെ മരങ്ങളുടെ കൂട്ടത്തിന് എന്താ പറയുക? ക്ലംബ് ഓഫ് ട്രീസ്, ക്ലംബ് ഓഫ് ട്രീസ്. ആ വേർഡ്സൊക്കെ ഇതിൽ ഉണ്ട് കേട്ടോ. ക്ലംബ് ഓഫ് ട്രീസ്, ക്ലംബ് ഓഫ് ട്രീസ്. സ്റ്റാക്ക് ഓഫ് ഹേ, ഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈക്കോൽ കൂന, വൈക്കോലിൻ്റെ കൂനൊക്കെ എന്താ കൂട്ടത്തിന് എന്താ പറയുക? സ്റ്റാക്ക് ഓഫ് ഹേ, സ്റ്റാക്ക് ഓഫ് ഹേ. അതുപോലെ ഡാഷ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ കൂട്ടത്തിന് എന്താ പറയുക? ബൊക്കെ, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. ബൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. അതുപോലെ സോൾജേഴ്സ്, ആർമി ഓഫ് സോൾജേഴ്സ് എന്ന് പറയും, റെജിമെൻറ്റ് ഓഫ് സോൾജേഴ്സ് എന്ന് പറയും. പട്ടാളക്കാരുടെ കൂട്ടത്തിന് റെജിമെൻറ്റ് ഓഫ് സോൾജേഴ്സ്, ആർമി ഓഫ് സോൾജേഴ്സ്, ഇങ്ങനെ ഒക്കെ പറയും. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൂപ്പിന് നമ്മൾ പല ഗ്രൂപ്പുകൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. എനിവേ, we have to discuss the remaining parts that we can discuss in our next class. Okay, you do the activities very well. If you have any doubt, you can ask me. Okay, thank you.